ഗൈസ് ഇന്നിപ്പോൾ എന്താ പരിപാടി എന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് ഒരു ട്രിപ്പ് പോയാലോ എന്നുള്ളൊരു പ്ലാൻ. അപ്പോൾ ഇതിന് ഫാമിലി ഗ്രൂപ്പൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും സെറ്റായി. അപ്പോൾ ടി കെ കോളനിക്ക് പോകാമല്ലോ എല്ലാവരും മാറ്റി ഒരുങ്ങി വന്ന് കാക്കാനോട് ജീപ്പ് എടുക്കാൻ പറഞ്ഞപ്പോൾ ജീപ്പ് വേണ്ട, നമുക്ക് കാറിൽ പോയാൽ മതി, മഴയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വലിയ കാക്ക പെരുന്തള്ളു. അത് കഴിഞ്ഞ് കുട്ടികളെ ഞങ്ങൾ സ്കൂൾക്ക് കയറ്റാൻ പോവുക. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ സ്കൂളിൽ നിന്ന് കയറ്റി കുട്ടികളെ കയറ്റി പോയേണ്ട നിൽക്കുകയാണ്. അപ്പോൾ ചിപ്സ് കാര്യങ്ങളൊക്കെ അവർ കഴിച്ച് അവർ രാവിലെ പോയതല്ലേ. അപ്പോൾ അബീസ് ഉണ്ട് അവിടെ ഒടുക്ക പോകണമെന്ന് അറിയാതെ നിൽക്കണം. പിന്നെ പോണ പോക്കിൽ ടയറൊന്ന് കാറ്റ് കുറവായി. പിന്നെ അവിടുന്ന് പെങ്ങളെ വടവർത്തുനിന്നാണ് കയറ്റാണ്ടായിന്. അപ്പോൾ കാറ്റൊക്കെ അടിച്ച് പെങ്ങളെയൊക്കെ കയറ്റിപ്പോയപ്പോൾ തന്നെ ഇസാപ്പി നല്ല ഉറക്കുറങ്ങി. പിന്നെ നേരെ പമ്പിലൊക്കെ കയറി ഞങ്ങൾ കുറച്ച് ഡീസലൊക്കെ അടിച്ച് അതിൽ 2 വണ്ടിയിൽ ഫുൾ ലോഡായതുകൊണ്ട് എനിക്കപ്പോൾ പെങ്ങളെ കയറ്റാന്ന് വിവരമില്ലാതെ ഓളാകെ കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കുട്ടികളൊക്കെ കയറ്റി പോയി തുടങ്ങി. വയ്യ തെറ്റി നമ്മളൊരു കാറ് പോയി. അതിൽ പിന്നെ അവിടുന്ന് തിരിച്ചാണ്ട് പിന്നെ നേരെ ഞങ്ങൾ ടി കെ കോളനിയിലെത്തി. ടി കെ കോളനി തപ്പി പിടിച്ച് ടി കെ കോളനിയിലെത്തിയോടുകൂടി കാക്കാക്ക് ചായ കിട്ടൽ നിർത്തി. അപ്പോൾ ഓൻ്റെ ചായയും കാര്യങ്ങളും കിട്ടാൻ ഓൻ്റെ ചായ കൂടി വലിയാക്കിയും കഴിഞ്ഞ് അപ്പോൾ നമുക്കൊരു സുലൈമാനി അടിച്ചാൽ മതി. അപ്പോൾ നമ്മളും അടിച്ചൊരു സുലൈമാനും കുടിച്ച് കുട്ടീനൊക്കത്തും വെച്ച് ഞങ്ങൾ വാട്ടർ ഫാൾസൊക്കെ നടത്തുന്നു തുടങ്ങി. നടന്ന് കുറച്ച് നടക്കാണ്ട് കേട്ടോ അവിടെ വണ്ടി നിർത്തിയിട്ട്. അപ്പോൾ ഈ കപ്പിൾസുകളെ നടത്തം കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ അവിടെ എത്തിയപ്പോഴത്തിന് കുറച്ച് നേരമായി. പിന്നെ അവിടെ ഈ വാട്ടർ ഫാൾസ് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കണ്ടോടുകൂടി ആകെ ഇമ്പം കയറി. അനുവിനാണെങ്കിലോ വെള്ളത്തിൽ ചവിട്ടിയിട്ട് ഓനെ തണുപ്പുകൊണ്ട് ഓൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും പറ്റുക. ഇസാപ്പിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഓനാകെ ഒരു കൗതുകം. ഓനാകെ ഊറ്റം കയറിയിട്ട് എല്ലാവരെയും നോക്കിയാണ്ട് ഓനൊരു ചെറി. അപ്പോഴത്തേന് കുട്ടികളൊക്കെ എടുത്ത് വെള്ളത്തേക്ക് ചാട്ടം തുടങ്ങി കേട്ടോ, ട്രൗസർ നിക്കറൊക്കെ ഇട്ട്. അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഇമ്മാനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഇമ്മ ദത്ത കാട്ടുകയെന്ന് ആലോചിച്ച് ഇമ്മ ഒരു മരത്തിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അമ്മാനെ അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ആക്കി ഞങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട്. അപ്പുറത്ത് നല്ലൊരു വ്യൂ പോയിൻ്റ് ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ കുട്ടികൾക്ക് ഈ കനാൽ കണ്ടോടുകൂടി കുട്ടികൾക്ക് ആകെ ഇത് റീലിൽ കാണുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ ഓരോ പിടുത്തം വിട്ട് റിഫാസും ചാടി. റിഫാസിനെ പിടിച്ച് കയറ്റാനും വേണ്ടി ഞാനും ചാടി വെള്ളത്തേക്ക്. അപ്പോൾ തന്നെ അതിനൊക്കെ ഫുൾ വൈബിലായി. പിന്നെ അന്നത്തെ ദിവസം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല ആൾക്കാരും കാര്യങ്ങളും ഉണ്ട്, നല്ല വെള്ളം ഉണ്ട് കേട്ടോ. വെള്ളം കനാലിൻ്റെ മുകളിൽ കൂടെ മറിഞ്ഞൊക്കെ വരുന്നുണ്ട്. നല്ല വെള്ളം, നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മോനൂസിനാണ് മുതലായത്. മോനൂസാണെങ്കിലോ വിടണമില്ല. പിന്നെ ഞങ്ങൾ നേരെ നടന്ന കെട്ടിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ ഉണ്ട് എല്ലാവരും ചാടാനും വേണ്ടി മുകളിൽ കയറി നിൽക്കണം. ഇത് അവിടുന്ന് ഓരോരുത്തരും മറിഞ്ഞ് ചാട്ടും കാര്യങ്ങളും കഴിഞ്ഞ് അനുവിന് ദത്ത കാട്ടേണ്ടി ഒന്നും വീരല്ല. അനു വള്ളത്തേക്കും ചാടി. ഓനാകെ ഒരിക്കലും പെട്ടാണ്ട് ഓനെ പിന്നെ എത്താ കാട്ടേണ്ടിയെന്ന് ഞമ്മക്കും വീരല്ല കേട്ടോ. ഞാനും കാക്കിയും കുറേ നേരം ഓനെ കരക്ക് പറ്റിച്ചാൽ നോക്കണ്ടേ. ഞങ്ങൾക്ക് രണ്ടാക്കും കജ്ജില്ല. ഇവനാകെ കുഴങ്ങി കിതച്ച് ഇവനെന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല, ആകെ പേടിച്ചാണ്. കാക്കിയും ഇത് ഇടക്ക് പോയി കാല് ഒയിക്കൊണ്ട് കാല് ചവിട്ടിയിട്ട് പിടുത്തം കിട്ടണില്ല. അതെന്താ ചെയ്യുക, രണ്ടാളെയും പാടെ പിടിച്ചിട്ട് ഞാനും പോവാം. പിന്നെ ഒരുവിധം